നമസ്കാരം, ഫെങ്ഷുയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തേജസ് ഫെങ്ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം സർ. ഡോക്ടർ ഷാജി കെ നായർ എന്ന പേര് മാറ്റി MP ഷാജി കൃഷ്ണ എന്ന് മാറ്റി എന്തുകൊണ്ടാണ്? അത് ഫെങ്ഷുയി മുഖേനയാണ്? അല്ല, അത് ഫെങ്ഷുയി മുഖേന അല്ല ഡോക്ടർ ഷാജി കെ നായർ എന്നുള്ള പേര് മാറ്റിയത്. പൊതുവേ നൈമോളജി മുഖേന എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അദ്ദേഹം തിക്കൃഷി സുമര സാറിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം ഇതേപോലെ പേരിനുള്ള അല്പം ഒരു ചേഞ്ച് നടത്തണമെന്ന് കുറേ കാലം കൊണ്ട് എന്നോട് പറയാറുണ്ട്. അദ്ദേഹം മാളയിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ MP ഷാജി കൃഷ്ണ, ശരിക്കും ഷാജി കെ നായരെന്നുള്ള ഷാജി കൃഷ്ണൻ നായർ എന്നാണുള്ളത്. അതിൽ MP, അതായത് എൻ്റെ മുകുന്ദവിലാസത്തിൽ ബാലകൃഷ്ണൻ നായർ മകൻ ഷാജി കൃഷ്ണ എന്നാണ്. അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒരു ഇതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പേര് ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഇനി അങ്ങനെ ഒന്ന് അറിയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ഈ ഒരു രീതിയിലാക്കിയിട്ടേ ഉള്ളൂ. അതിന് ആൾ ഒന്ന് തന്നെ, രണ്ടിലും കൂടെ ചേർത്ത് ഒന്ന് തന്നെ ആ രീതിയിൽ വരും. സാർ, ഫെങ്ഷുയി കലണ്ടർ February to February ആണല്ലോ. അപ്പോൾ ഈ വർഷത്തെ കറക്ഷനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഈ വർഷത്തെ കറക്ഷൻ നമ്മൾ എല്ലാ വർഷവും ഈ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷുയി മുഖേന എല്ലാ വർഷവും കറക്ഷനുണ്ട്. അതായത് പല 2-5 കോമ്പിനേഷനിൽ പല പല കോമ്പിനേഷൻസൊക്കെ നമുക്ക് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരിതാണ്. അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ February 16 മുതൽ വരുന്ന അടുത്ത വർഷം February 14 വരെയാണ് ഇനിയുള്ള ആ കറക്ഷൻ നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഫെങ്ഷുയി മുഖേന ഫ്ലൈയിങ് സ്റ്റാർ, അതായത് ഇയർലി ചേഞ്ച് കൊണ്ടിരിക്കുന്ന ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷുയി മുഖേന നമുക്ക് കുറച്ച് ഭാഗങ്ങൾ, വീടിന് 4 ദിശകളും 4 കോണുകളുണ്ട്, ടോട്ടൽ 8 ഇതിൽ ചില ഭാഗങ്ങളിലൊക്കെ നെഗറ്റീവ് എനർജിയും ചില ഭാഗങ്ങളിലൊക്കെ പോസിറ്റീവ് എനർജിയാണ് ഇപ്പം വന്നിട്ടുള്ളത്. അത് എല്ലാ വർഷവും വരുന്നൊരിതാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ വടക്ക് ഭാഗത്തൊക്കെ വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ വർഷം അതൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ആ ചേഞ്ച് ആയതനുസരിച്ച് ഈ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷുയിലെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് 2-5 എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ. അതായത് 5 എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ വരുന്നത്. അത് ഇപ്പോൾ വന്നിരിക്കുന്നത് തെക്ക് ഭാഗത്താണ്. ഈ 5 എന്ന് പറയുന്നത് അസുഖങ്ങളും അതേപോലെ തന്നെ ഒത്തിരി പേരുദോഷങ്ങളും കാര്യങ്ങളും അത് എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ 5 എന്ന് പറയുന്ന ഒരു സ്റ്റാർ. അതിപ്പോൾ വന്നിരിക്കുന്ന തെക്ക് ഭാഗത്താണ്. അപ്പോൾ ആ തെക്ക് ഭാഗത്ത് ആ ഒരു സ്റ്റാർ വരുമ്പോൾ നമുക്ക് തെക്കോട്ട് ദർശനമുള്ള വീടുകളിലൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം പല വീടുകളിലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല നമ്മൾ എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും അത് സക്സസ് ആവും, വളരെ നല്ല നേട്ടമൊക്കെയാണ് അതിനകത്തുണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഇപ്പം February ആയി തുടങ്ങി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്തൊക്കെ ഗ്രാജ്വലി പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കും. ഇപ്പോൾ തൊഴിൽപരമായിട്ടായിരുന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തികപരമായിട്ടായിരുന്നാലും അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാകുവാനുള്ള ചാൻസാണ് നമുക്ക് ഈ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. അപ്പം 5 എന്ന് പറയുന്ന കോമ്പിനേഷനാണ് തെക്ക് ഭാഗത്ത് ഉള്ളത്. അപ്പം ആ ഭാഗത്ത് വളരെ ശ്രദ്ധിക്കുക. തെക്കോട്ട് ഡയറക്ഷനുള്ള വീട്ടുകാരെല്ലാം ശ്രദ്ധിക്കേണ്ടത്, ആ തെക്ക് ഭാഗത്ത് ഒരു 6 റോഡിൻ്റെ വിൻചെയിം, 6 റോഡിൻ്റെ വിൻചെയിം വാങ്ങിച്ച് അത് അവിടെ ഹാങ് ചെയ്യുക. തെക്ക് ഭാഗത്ത് 6 റോഡിൻ്റെ വിൻചെയിമാണ് ഇടേണ്ടത്. ആ വിൻചെയിം ഇടുമ്പോൾ ഈ 5 എന്ന് പറയുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയെ കുറേയൊക്കെ നമുക്ക് അത് കുറയ്ക്കുവാൻ പറ്റും. ആ നെഗറ്റീവ് എനർജി അവിടെ കുറയ്ക്കുന്നതിനനുസരിച്ച് നമുക്ക് പഴയതുപോലെ കഴിഞ്ഞ വർഷം നമുക്ക് എങ്ങനെയുണ്ടായിരുന്നോ അതേപോലെ തന്നെ ഈ വർഷവും നമുക്ക് അത് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, തെക്ക് ഡയറക്ഷനുള്ള വീട്ടിലുള്ള ആൾക്കാരെല്ലാം ഒരു 6 റോഡിൻ്റെ വിൻചെയിം വാങ്ങി ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റമായിരിക്കും അതിനകത്തുണ്ടാകുന്നത്. ഇപ്പോൾ തെക്ക് ഭാഗത്തെക്കുറിച്ച് പറഞ്ഞു, ഇനി തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെക്കുറിച്ച്. തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിശയാണ് തെക്ക് പടിഞ്ഞാറ്, കന്നിമൂല ഭാഗം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് ഫെങ്ഷുയി മുഖേന അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ആ ഭാഗത്ത് ഈ വർഷം റോബറി സ്റ്റാറായ, അതായത് എപ്പോഴും വഴക്കും അല്ലെങ്കിൽ പിടിച്ചുപറി മോഷണം ഒക്കെ വരാമെന്നുള്ളൊരു സ്റ്റാറായ 7 ആണ് ആ ഭാഗത്ത് നിൽക്കുന്നത്. അപ്പം ഈ 7 എന്ന് പറയുന്ന സ്റ്റാർ വളരെ കുഴപ്പം പിടിച്ചത്. ഇപ്പം ആ സ്റ്റാറിൻ്റെ പേര് തന്നെ റോബറി സ്റ്റാർ എന്നാണ്, എപ്പോഴും പ്രശ്നക്കാരനായിട്ടുള്ള സ്റ്റാറാണ്. അത് വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക.
ഇതിലും എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്റ്റൽസൊക്കെ പ്രോഗ്രാം ചെയ്ത് വയ്ക്കേണ്ട സ്ഥലം ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. എന്നാൽ ഈ വർഷം അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് അവിടെ ഉണ്ടാവും. കാരണം ഈ 7 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ 7നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്രിസ്റ്റലിന് പറ്റും. അതുകൊണ്ട് ക്രിസ്റ്റൽ അവിടെ അപ്ലൈ ചെയ്യരുത്, അതിനെ മാറ്റി സ്ഥാപിക്കുക. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള എല്ലാവരും ക്രിസ്റ്റലൊക്കെ ആ ഭാഗത്തുനിന്ന് മാറ്റിയ ഈ പറയുന്ന ആ ഒരു 7 എന്ന് പറയുന്ന നെഗറ്റീവ് എനർജിയെ കുറേ നമുക്കൊരു ഇതിനെ മാറ്റിയെടുക്കുവാനും നമുക്ക് കഴിയും. പിന്നെ പല വിഭാഗമൊക്കെ നടക്കാതിരിക്കുന്നവർക്കൊക്കെ അവർ റെഡ് ലൈറ്റൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അതും ഒരു കുറച്ച് ഈ ഒരു വർഷത്തേക്ക് അത് അവിടെ ഓഫ് ചെയ്തിട്ടേക്കുക, അത് ഉപയോഗിക്കാതിരിക്കുക. റെഡ് ലൈറ്റ് കാരണം കുട്ടികളുടെ വിവാഹമൊക്കെ നടക്കാതിരിക്കുമ്പോൾ ഈ കന്നിമൂല ഭാഗത്ത്, ബെഡ്റൂമിൻ്റെ കന്നിമൂല ഭാഗത്ത് ചുമന്ന ലൈറ്റൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ വർഷം അതൊന്ന് ഒഴിവാക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. അത് ദമ്പതികൾക്കാണ്, അല്ലെങ്കിൽ വിവാഹം നടക്കുവാനുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ വിവാഹ പ്രായമായി നിൽക്കുന്ന കുട്ടികൾക്കൊക്കെയാണ് വളരെ ഇതായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. തെക്ക് പടിഞ്ഞാറ് ഭാഗം, സൗത്ത് വെസ്റ്റ് ഭാഗം വളരെ ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞാൽ വരുന്നത് വെസ്റ്റാണ്. വെസ്റ്റിലും നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഒരു നെഗറ്റീവ് സ്റ്റാറാണ്. അത് 3 എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സ്റ്റാറാണ് അവിടെ വന്നിട്ടുള്ളത്. ആ സ്റ്റാറും വളരെ ഒരു മോശമായിട്ടുള്ള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് കുട്ടികളെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കുട്ടികളെ ബാധിക്കുന്ന പറയുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും അതും ഇതൊക്കെ ഒരു ഒത്തിരി എന്താ പറയുക, ഒരു കുട്ടികളൊക്കെ ഒരു പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു എപ്പോഴും ഒരു വഴക്കാളിയായിട്ടൊക്കെ ഒരു എഫക്റ്റ് വരുവാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട്. അപ്പം 3 എന്ന് പറയുന്നത് ഒരു വുഡ് സ്റ്റാർ, ഇതെന്ന് പറയുമ്പോൾ ധാതു എന്ന് പറയുമ്പോൾ മരമാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ആ ഭാഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് റെമഡി എന്ന് പറയുമ്പോൾ നമുക്ക് ആ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു റെഡ് ലൈറ്റോ അല്ലെങ്കിൽ മെറ്റൽ ഐറ്റങ്ങൾ ഏതെങ്കിലും നമുക്ക് ആ ഭാഗത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നെഗറ്റീവ് എനർജിയെ കുറയ്ക്കാൻ പറ്റും. കാരണം പല എപ്പിസോഡുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2 വിഭാഗത്തിലുള്ള ആൾക്കാരാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിഴക്ക് വിഭാഗവും പടിഞ്ഞാറ് വിഭാഗവും. അപ്പം ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ദോഷകരമായിട്ടുള്ളത് പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കാണ്. അതായത് ക്വാ നമ്പർ 2, അതേപോലെ തന്നെ 5, 6, 7, 8 ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ഈ വർഷം എഫക്റ്റ് ചെയ്യുന്നത്. കാരണം അവരുടെയൊക്കെ പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. പലപ്പോഴും ആര് പടിഞ്ഞാറ് ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ റൂമുകളോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തെ റൂമുകളൊക്കെ ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. അവർക്കൊക്കെ ലൈറ്റായിട്ടുള്ള പ്രോബ്ലംസൊക്കെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഈ വർഷം വളരെ കൂടുതലായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം, ഇപ്പോൾ പടിഞ്ഞാറ് പറഞ്ഞു, അടുത്ത വടക്ക് പടിഞ്ഞാറ് ഭാഗം. വടക്ക് പടിഞ്ഞാറ് നോക്കുമ്പോൾ വീട്ടിലെ ഗ്രഹനാഥൻ്റെ തട്ടാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗം. ആ ഭാഗത്തും ഇപ്രാവശ്യം 2 ആണ്, ഒരു നെഗറ്റീവ് സ്റ്റാറായിട്ടുള്ള 2 എന്ന് പറയുന്നൊരു സ്റ്റാറാണ് വന്ന് നിൽക്കുന്നത്. അതും നമുക്ക് ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാക്കുവാൻ കഴിവുള്ള ഒരു ഇതാണ്. അസുഖങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുവാനുള്ള ചാൻസാണ്. അതൊരു ഇല്ല സ്റ്റാറാണ്. അസുഖവും അതുപോലെ തന്നെ കടവും ദുഃഖവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഞാൻ അഡ്വാൻസായിട്ട് പറഞ്ഞു, അത് ഗ്രഹനാഥൻ്റെ തട്ടാണ്. അപ്പോൾ ഗ്രഹനാഥൻ്റെ ആ ഒരു തട്ടിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ വീട്ടിലുള്ള സാമ്പത്തിക സ്ഥിതി പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. അപ്പം ആ ഒരു രീതി അനുസരിച്ച് അവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്റ്റൽ ബോളൊക്കെ ആ ഭാഗത്തും വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. യെല്ലോ കളറിലുള്ള ക്രിസ്റ്റൽ ബോളൊക്കെ നമ്മൾ ഈ പറയുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഹാങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോൾഡൻ കളർ കൂടുതൽ അവിടെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ധാതു എന്ന് പറയുന്നത് മെറ്റലാണ്. അപ്പോൾ ആ എനർജിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ഒന്ന് ശ്രദ്ധിക്കുക. അവിടുന്ന് ക്രിസ്റ്റൽസൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് മാറ്റണം. അതും മാറ്റിക്കഴിയുമ്പോൾ കുറച്ച് നല്ലൊരു പ്രോഗ്രസ് നമുക്കവിടെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ വരുന്നത് നേരെ വടക്ക് ഭാഗമാണ്, വീടിൻ്റെ വടക്ക് ഭാഗം. വടക്ക് കഴിഞ്ഞ പ്രാവശ്യം വടക്ക് ഭാഗത്തുണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നൊരവസ്ഥ വടക്കോട്ട് ഡയറക്ഷനുള്ള വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം അത് വളരെ ഒരു പോസിറ്റീവായിട്ടാണ്, ഒരു ഹെവൻലി ലക്കായിട്ട്, ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു ഈശ്വരാധീനം ഏറ്റവും കൂടുതലുള്ള ഒരു ഇതായിട്ട് നമ്മൾ വടക്ക് ഡയറക്ഷനുള്ള വീട്ടുകാർക്ക് അത് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു എഫക്റ്റാണ് കിട്ടുന്നത്. അത് 6 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ ഹെവൻലി ലക്ക്, ഈശ്വരാധീനം കൂടുതലുള്ളത്. അപ്പോൾ ആ എനർജി ഒന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് ബൂസ്റ്റ് ചെയ്യാം. അവിടെ നമുക്ക് കുറച്ചും കൂടെ ആ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കവിടെ ഒരു 6 കോയിൻസ്, അതിൽ 6 കോയിൻ ഇങ്ങനെ കെട്ടിയിട്ടുള്ള ഒരു ഇത് കിട്ടും, ആ ഒരു ടാഗ് കിട്ടും. അത് വാങ്ങി നമ്മളവിടെ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വടക്ക് ഭാഗത്ത് തൊഴിൽപരമായിട്ടുള്ള തടസ്സവും കാര്യങ്ങളൊക്കെ ഒത്തിരി നമുക്ക് മാറ്റിയെടുക്കുവാനുള്ള കഴിവ് അവിടെ ഉണ്ട്. അപ്പം ആ വടക്ക് ഭാഗം കഴിഞ്ഞ പ്രാവശ്യത്തെ തൊഴിലിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളാണ് ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് കുറേ നല്ലൊരു പ്രോഗ്രസ്
കാരണം ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളവർക്കൊക്കെ ജോലി കിട്ടുവാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ് ഇപ്രാവശ്യത്തെ വടക്കിൻ്റെ ആ ഒരു പോസിറ്റീവ് എഫക്റ്റ് വന്നതുകൊണ്ട്. അതേപോലെ തന്നെ അടുത്ത് വരുന്നത് വടക്ക് കിഴക്ക് ഭാഗം. വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈശാനുകോൺ എന്നൊക്കെ പറയുന്ന ഭാഗമാണ്. കുട്ടികൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഒരു തട്ടാണ് അവിടെ ഇപ്പം റൊമാൻസ് സ്റ്റാറായ സ്നേഹത്തിൻ്റെ സ്റ്റാറായ 4 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ് അവിടെ വന്നിട്ടുള്ളത്. അതും നല്ലൊരു പോസിറ്റീവ് എഫക്റ്റാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു 4 എന്ന് പറയുമ്പോൾ അതായത് വിവാഹം നടക്കാതിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഏതെങ്കിലും റൂമിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കിടന്നിറങ്ങി പെട്ടെന്നൊക്കെ വിവാഹം നടക്കുവാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ക്രിസ്റ്റൽ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഈ പറയുന്ന വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഈ തെക്ക് പടിഞ്ഞാറ് നെഗറ്റീവ് സ്റ്റാർ ആയിട്ടുള്ള 7 ഉണ്ട്, എന്നാൽ വടക്ക് കിഴക്ക് രണ്ടിടത്തും ഭൂമിയാണ് ധാതു. ഭൂമിയുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, നമുക്ക് എർത്ത് എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ക്രിസ്റ്റൽസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഇപ്രാവശ്യം നമുക്കത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ വരുന്നത് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്, കാരണം ഞാൻ 1-2 എപ്പിസോഡിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് വളരെ ഫാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നത്. അത് കഴിഞ്ഞാൽ കിഴക്ക് ഭാഗം. ഇപ്രാവശ്യം കിഴക്കാണ് ഏറ്റവും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് വരുന്നത്. നമുക്ക് സമ്പത്തിൻ്റെ ഒരു തട്ടായിട്ടുള്ള 88 എന്ന് പറയും, 8 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ വന്നിരിക്കുന്ന കിഴക്കാണ്. കിഴക്കോട്ട് ഡയറക്ഷനുള്ള വീടുകളൊക്കെ ഇപ്പോൾ വളരെ നല്ലൊരു ബൂസ്റ്റിംഗ് ഉള്ളൊരു സമയമാണ് അപ്പോൾ അവിടെ ഈ 88 അല്ല 8 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ അവിടെ വരുമ്പോൾ നമുക്ക് സമ്പത്ത് കാര്യങ്ങളൊക്കെ വരുവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അത് അവിടെ നമുക്ക് ചെടിയോ അല്ലെങ്കിൽ പച്ചപ്പുള്ള എന്തെങ്കിലുമൊക്കെ നട്ടു വളർത്തി കഴിഞ്ഞാൽ കുറച്ച് ഗുണം കിട്ടും. അത് കഴിഞ്ഞാൽ വരുന്നത് തെക്ക് കിഴക്ക് ഭാഗമാണ്. തെക്ക് കിഴക്കെന്ന് പറയുമ്പോൾ 9 എന്ന് പറയുന്ന ഒരു സ്റ്റാറാണ് അവിടെ വരുന്നത്. അതും ഏറ്റവും നല്ല ധനവർദ്ധനവിന്, നമ്മുടെ ഉള്ള സാമ്പത്തികത്തിന് ബൂസ്റ്റിംഗ് ഉണ്ടാവുക, അത് വർദ്ധിക്കുവാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലായിട്ട് ആ ഭാഗത്തും നമുക്ക് ഉണ്ട്. അത് പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ സെൻട്രൽ ബ്രഹ്മസ്ഥാനം, അത് വിക്ടറി സ്റ്റാർ, അതായത് വിജയത്തിൻ്റെ നക്ഷത്രമായിട്ടുള്ള 1 സെൻട്രൽ ബ്രഹ്മസ്ഥാനത്ത് വന്നിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ബ്രഹ്മസ്ഥാനത്തായിരുന്നു 5 തോന്നുന്നു, 6 ബ്രഹ്മസ്ഥാനത്താണ് വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം ബ്രഹ്മസ്ഥാനത്താണ് നമുക്ക് സെൻട്രൽ പോയിന്റിലാണ് വിക്ടറി സ്റ്റാർ വന്നിട്ടുള്ളത്. അതും വളരെ അവിടെ ഒരു വിക്ടറി ഫ്ലാഗൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഓഫീസ് റൂമിൻ്റെ സെൻറ്ററിലൊക്കെ ഒരു വിക്ടറി ഫ്ലാഗൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബൂസ്റ്റിംഗ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ പൊതുവേ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷു അനുസരിച്ച് ഈ വർഷം ഈ പല ദിശകളിൽ നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല ദിശകൾ ഉപയോഗിക്കാതെയും വളരെ നെഗറ്റീവായിട്ടും അതുണ്ടായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഒരു നല്ല ഒരു ബൂസ്റ്റിംഗ് ആയിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവുക. സാറിൻ്റെ കെയർ ഓഫിൽ കേരളത്തിലെ ആദ്യത്തെ ഒരു കുബേരക്ഷേത്രം സ്ഥാപിച്ചു എന്ന് പറഞ്ഞു, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? കുബേരക്ഷേത്രം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പലതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ആദ്യത്തെ ഒരു കുബേരക്ഷേത്രമാണത്. അപ്പോൾ അത് എന്തിനു വേണ്ടി ആണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ എല്ലാ ആൾക്കാർക്കും അത് വന്ന് നമ്മുടെ കാരണം വെച്ചാൽ ഈ ഫെങ്ഷി ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് വന്ന് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുവാനും അതേപോലെ തന്നെ ചെറിയ ഇതിനകത്ത് അവരുടെ വീടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു കുബേരക്ഷേത്രം, കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രം വെഞ്ഞാറമൂടിന് ഏകദേശം അടുത്ത് തന്നെ, വെഞ്ഞാറമൂട് 500 മീറ്ററിനകത്തേ ഉള്ളൂ ആ ഒരു ക്ഷേത്രം സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ. ആ ക്ഷേത്രത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. പ്രത്യേകതകളെന്ന് പറയുമ്പോൾ ഒന്ന് ചാമുണ്ഡി ദേവി ക്ഷേത്രമാണ്. 10,000 വർഷങ്ങൾക്ക് പഴക്കമുള്ളൊരു ക്ഷേത്രമായിരുന്നു. എന്നാൽ ഒരു ചെറിയൊരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. അതൊരു 50 വർഷം കൊണ്ട് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഞങ്ങളത് ഏറ്റെടുത്തതിന് ശേഷമാണ് ഇങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് ഈ രീതിയിലാക്കിയിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമാക്കിയിട്ടുള്ളത്. അവിടെ അഗ്നിഹോത്ര എന്ന് പറഞ്ഞൊരു യാഗം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. യാഗം എന്ന് പറയുമ്പോൾ ഈ ഒരു മിനിയേച്ചർ ഫോം അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോമ തെറാപ്പിയാണ്. ആ ഹോമ തെറാപ്പി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്കിൻ ഡിസീസ് അസുഖങ്ങളൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഹോമം. അത് എല്ലാ ഞായറാഴ്ചകളിലുമാണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഹോമം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനോട്ടത്തുള്ള സ്കിൻ ഡിസീസ്, അതായത് ശരീരത്തിലുള്ള തൊലിപ്പുറത്തുണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും അത് മാറ്റം ഉണ്ടാവും. മാത്രമല്ല അതിനകത്ത് നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് മാറ്റമുണ്ട്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. ഒരു 21 ഹോമങ്ങളിൽ പങ്കെടുത്താൽ, അത് പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടാണ് ആ ഹോമം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഹോമം ചെയ്യേണ്ട ഒരു അഗ്നിഹോത്രം എന്ന് പറഞ്ഞൊരു യാഗാസെറ്റ് ക്ഷേത്രത്തിൽ നിന്ന് തരും. എല്ലാ ഞായറാഴ്ചയും രാവിലെയാണ് അത് ഹോമം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ വന്നത് പങ്കെടുക്കണമെന്നുള്ളവർ നേരത്തെ ഒന്ന് അറിയിക്കണം, ക്ഷേത്രത്തിൽ വിളിച്ചൊന്ന് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാലും മതി. അതൊന്ന് അവിടുന്ന് ബുക്ക് ചെയ്തിരിക്കാം.
അപ്പോൾ എല്ലാ ഞായറാഴ്ചയും സ്റ്റാർട്ട് ചെയ്യും. അത് പങ്കെടുത്തു കഴിഞ്ഞാൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള, കാരണം അന്തരീക്ഷ ശുദ്ധീകരണമാണ് നമ്മളതിനകത്ത് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഇതാണ് ഈ അഗ്നിഹോത്രം എന്ന് പറയുന്നൊരു ഹോമം. അത് ഞായറാഴ്ച ഒരു ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല കുബേര പൂജ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ലാഫിംഗ് ബുദ്ധ, നമ്മുടെ സാധാരണ വയ്ക്കുന്ന ലാഫിംഗ് ബുദ്ധയും ശരിക്കും വടക്കിൻ്റെ അധിപനായിട്ടുള്ള കുബേരനെയും പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പം നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ലാഫിംഗ് ബുദ്ധ കൊണ്ടൊന്ന് വീട്ടിൽ വയ്ക്കുമ്പോൾ അതൊന്നും ഒരു ചാർജ് ഉണ്ടാകത്തില്ല. അപ്പം അത് ഈ ക്ഷേത്രത്തിൽ വച്ച് നമ്മൾ എനർജൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിനെ പൂജിച്ച് കൊടുക്കുന്നുണ്ട്. അതും നല്ലൊരു ഇത് വരുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ ഇപ്പോൾ അത് കൊണ്ടുവരുന്നത് പൂജിച്ച് കൊടുക്കുമ്പോൾ വളരെ നല്ലൊരു എനർജിയോടുകൂടി നമ്മൾ ആ ലാഫിംഗ് ബുദ്ധ നമുക്ക് വീട്ടിൽ വയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിലെല്ലാം ഉപരി ഞാനവിടെ ചെറിയ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. സുജോക്ക് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ് മെഡിസിനാണ്. അത് വെച്ച് സുജോക്ക് എന്ന് പറയുന്ന, നമ്മുടെ സുജോക്ക് എന്ന് വെച്ചാൽ കൈയും കാലും എന്നാണ് അർത്ഥമുള്ള ഒരു കൊറിയൻ ഭാഷയാണത്. അപ്പോൾ ആ ഒരു കൊറിയൻ രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയാണ്. അത് അക്യുപഞ്ചർ പോലെ ഇരിക്കുന്ന, അക്യുപഞ്ചറാണെന്ന് വെച്ചാൽ അതല്ല, അതിനെ പ്രോബ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും നമുക്കത് മാറ്റുവാൻ പറ്റുന്ന ഒരു ചികിത്സ നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നുണ്ട്. തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ആ ചികിത്സ ചെയ്യുന്നത്. ഇപ്പം തന്നെ ഒത്തിരി ആൾക്കാർ നമ്മളവിടെ വന്ന് ഇപ്പം ക്ഷേത്രത്തിൽ വന്ന് അതിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഈ ചികിത്സയും ഇത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് വിശ്വാസം ഇല്ലാതെ, അയ്യോ ഞാൻ ഇത്രയും രൂപയുടെ മരുന്ന് കഴിച്ചു എന്നിട്ട് എൻ്റെ അസുഖം മാറിയിട്ട് പിന്നെയാണോ ഇവിടെ വന്നിട്ട് ഇത്രയും ചെയ്താൽ മതി എന്നുള്ളൊരു ചിന്തയോടുകൂടി ആരും വരരുത്. അതൊരു റിക്വസ്റ്റാണ്. നമ്മൾ എന്തും വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞാൽ മാത്രം അതിന് മാറ്റം ഉണ്ടാവും. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി ആൾക്കാർക്ക് അവിടെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ നല്ല പെയിനൊക്കെ നമുക്ക് വിതിൻ 22 സെക്കൻഡ്സിനകത്ത് തന്നെ മാറ്റം ഉണ്ടാവും. അതാണ് ആ ഒരു ചികിത്സാ രീതിയുടെ ഒരു പ്രത്യേകത. ജസ്റ്റ് ശരീരത്തിലുള്ള എന്ത് പ്രോബ്ലം ആണെങ്കിലും നമ്മുടെ കൈക്കകത്ത് അതിനെ പ്രോബ് ചെയ്തുകൊണ്ട് ആ ഒരു കറസ്പോണ്ടിങ് പോയിൻ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അത് പ്രോബ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഈ ഒരു അസുഖത്തെ മാറ്റിയെടുക്കുന്നത്. മാത്രമല്ല എന്തിനാ ക്ഷേത്രത്തിൽ വെച്ചത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴൊരു വിശ്വാസമാണ് ആവശ്യം. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു ആത്മവിശ്വാസത്തോടു കൂടി, ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് ഫലം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റും നമ്മളവിടെ ചെയ്യുന്നുണ്ട്. പൊതുവേ ജനങ്ങൾക്ക് എല്ലാവർക്കും അവരവർക്ക് തന്നെ അതിന് പൂജ ചെയ്യാൻ പറ്റും. നമുക്ക് കാര്യസിദ്ധി പൂജ ചെയ്യുന്നുണ്ട്. കാരണം മറ്റുള്ള ക്ഷേത്രങ്ങളെക്കാളും ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഈ കുബേര ക്ഷേത്രം നമ്മൾ കൊണ്ടുപോകുന്നത്. ഒരു വസ്തു വാങ്ങി വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെ സാറിന് എങ്ങനെ ഫെങ്ഷയിലൂടെ സഹായിക്കാൻ പറ്റും? ഒരു വസ്തു വാങ്ങി വീട് വയ്ക്കുവാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ വസ്തു വാങ്ങുന്നതിന് മുന്നേ അതൊന്ന് അറിയിക്കുമ്പോൾ നമ്മൾ വീട് വസ്തു വന്ന് നോക്കിയിട്ട് അത് സൂട്ടബിളാവോ ഇല്ലയെന്ന് ആദ്യം നോക്കിയതിന് ശേഷം അതിൽ ഏത് ടൈപ്പ് വീടാണോ അതിൽ വയ്ക്കാൻ പറ്റുക. ഇന്ത്യൻ വാസ്തു അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. ഇന്ത്യൻ വാസ്തു അനുസരിച്ച് വീടിന് 5 പ്രായമുണ്ട്: ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, മരണം. അതിൽ ഏറ്റവും ബെറ്റർ യൗവനോ കൗമാരോ, ഈ 2 ടൈപ്പിലാണ് നമ്മൾ വീടിൻ്റെ ഔട്ട്ലൈൻ, അതായത് വീടിൻ്റെ എത്ര സ്ക്വയർ ഫീറ്റ് വീട് വേണം എന്ന് നമ്മൾ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വീടിൻ്റെ ഒരു പ്ലാൻ ഔട്ട്ലൈൻ നമ്മൾ തയ്യാറാക്കും. അപ്പം ഇന്ന പ്രായത്തിലുള്ള വീട്. അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അത് തികച്ചും ഫെങ്ഷുയാണ് ചെയ്യുന്നത്. ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷു മുഖേന ഓരോ ദിശകളിലും 3 ഡയറക്ഷൻസ് വെച്ചാണ് വരുന്നത്. നമ്മളിപ്പം ഈസ്റ്റിലാണെങ്കിൽ ഈസ്റ്റ് 1 2 3, അതേപോലെ തന്നെ സൗത്ത് 1 2 3, വെസ്റ്റ് 1 2 3, നോർത്ത് 1 2 3. അപ്പം ഇതിനകത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി വരുന്നത് എന്ന് നോക്കിയതിന് ശേഷം ആ ഡയറക്ഷനിലായിരിക്കും വീടിൻ്റെ പ്രധാന വാതിൽ നിൽക്കുക. ഇപ്പം എല്ലാവരും നോക്കുമ്പോൾ കിഴക്കോട്ടൊരു വാതിൽ വയ്ക്കും. അങ്ങനെയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ കൃത്യമായിട്ട് ഇത്ര അലൈൻമെൻറ്റ്, ഇത്ര ഡിഗ്രി ആംഗിളിൽ വേണം അത് നിൽക്കുവാൻ. അപ്പം അവിടെ നിന്ന് വരുന്ന എനർജി നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ അത് ഏതൊക്കെ റൂമിൽ പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്, ഏതൊക്കെ റൂമിൽ നെഗറ്റീവ് എനർജി കിട്ടുന്നുണ്ട്, അത് ആസ്പദമാക്കിയായിരിക്കും നമ്മൾ റൂം ഡിസൈൻ ചെയ്യുക. അതിനകത്ത് നെഗറ്റീവ് എനർജി വരുന്ന ഭാഗത്ത് ടോയ്ലറ്റ് അല്ലെങ്കിൽ സ്റ്റോർ റൂം, ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗങ്ങളിലെല്ലാം നമ്മൾ ചെയ്യുന്നത് ഒന്ന് ബെഡ്റൂം അല്ലെങ്കിൽ കിച്ചൺ, ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നമ്മൾ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ പ്ലാൻ നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവരെ ഏൽപ്പിക്കുക ചെയ്യുന്നുണ്ട്. ഇല്ല ഞങ്ങൾ നിന്ന് തന്നെ നിങ്ങളുടെ വീട് കംപ്ലീറ്റ് വർക്ക് ചെയ്ത് തരണമെങ്കിലും അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട്. സൂപ്പർവിഷൻ കംപ്ലീറ്റ്, കാരണം ഫുൾ വർക്ക് കഴിഞ്ഞ് ചാവി കയ്യിൽ കൊടുക്കാറുണ്ട്.
അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു 6-7 വീട് ഞങ്ങൾ ചെയ്തായിരുന്നു. പൂർണ്ണമായിട്ടും വാസ്തുപ്രകാരം സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ആ വീട്ടുകാർ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് കംപ്ലീറ്റ് ചെയ്തു കൊടുക്കുന്നത്. അല്ലാതെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള തടികൾ എടുത്ത് തന്നുകൊണ്ട് അവരുടെ ഇഷ്ടപ്പെട്ട ടൈൽ ഉപയോഗിച്ചുകൊണ്ട് അവരിഷ്ടപ്പെടുന്ന കമ്പി ഉപയോഗിച്ചുകൊണ്ട്, കാരണം ഗ്യാരണ്ടിയോട് കൂടി ആ വീട്ടിൽ ചെന്ന് കയറുന്ന, കാരണം ആ വീട് ആരുടെ പേരിലാണ് വയ്ക്കുന്നത് ആ ഗ്രഹനാഥന് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ നമ്മൾ ആ വീടിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി വീട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഞങ്ങളത് ചെയ്തു തരും. ഇന്ത്യൻ വാസ്തു അനുസരിച്ച് വീടിൻ്റെ ഔട്ട്ലൈൻ സൂട്ടബിളാക്കും. അത് കഴിഞ്ഞിട്ട് ഫെങ്ഷി മുഖേന വീടിൻ്റെ ഓരോ റൂമുകളും കറക്റ്റ് ചെയ്യും, പ്രധാന വാതിൽ കറക്റ്റ് ചെയ്യും. ഇതെല്ലാം ചെയ്തിട്ട് സൂട്ടബിളായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യുന്നുണ്ട്. പൊതുവേ ഏറ്റവും നല്ല രീതിയിൽ, അങ്ങനെ പല ആൾക്കാരും ഞാൻ പറഞ്ഞല്ലോ, ഒരു 10-15 വീട് ഞങ്ങളിപ്പോൾ തീർത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് താമസിക്കാൻ കയറുന്ന ആൾക്കാർക്കൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അഭിപ്രായമാണ് പറയുന്നത്. അവരുടെ തികച്ചും വാസ്തുപ്രകാരമായിട്ട് സൂട്ടബിളായിട്ടുള്ള വീട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിന് വലിയൊരു ആവേശത്തോടു കൂടി അല്ല ഞങ്ങൾ ഇതിനകത്ത് ഇറങ്ങിയത്. പല ആൾക്കാർക്കും നമ്മൾ കൊടുക്കുന്ന പ്ലാൻ അനുസരിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ ഡയറക്റ്റ് നിന്ന് ചെയ്ത് കൊടുത്തതിൻ്റെ ഫലമായിട്ട് പല ആൾക്കാർക്ക് അത് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നിന്ന് വീടിൻ്റെ വർക്ക് ഫുള്ള് ചെയ്ത് കറക്റ്റ് ചെയ്ത് തരും. അതാണ് പല ആൾക്കാർക്കും അതാണ് ആവശ്യം. കാരണം ഒത്തിരി ഇടത്ത് എനിക്ക് തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ പ്ലാനും എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് സാധാരണ കന്നിമൂല ഭാഗത്ത് നിന്ന് കുറ്റിയടിക്കും. ശരിക്കും ഇന്ത്യൻ വാസ്തു അനുസരിച്ച് വാസ്തുപുരുഷൻ്റെ കാലിലാണ് കുറ്റിയടിക്കേണ്ടത്, അല്ലെങ്കിൽ വാസ്തുപുരുഷൻ്റെ പൊക്കിൾ ബ്രഹ്മസ്ഥാനം അവിടെ കുറ്റിയടിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ വാസ്തുപുരുഷൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാസ്തുപുരുഷൻ്റെ തല കറങ്ങിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ കാലും കറങ്ങുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ എല്ലാ പ്രാവശ്യവും ചെന്ന് കന്നിമൂലയിൽ ചെന്ന് കുറ്റിയടിച്ചാൽ ചിലപ്പം വാസ്തുപുരുഷൻ്റെ ഇടത് ഭാഗത്തായിരിക്കാം, ചിലപ്പം തലയിലായിരിക്കാം, ചിലപ്പം വലത് ഭാഗത്തായിരിക്കാം. 3 മാസം മാത്രമേ വാസ്തുപുരുഷൻ്റെ കാലിൽ കുറ്റിയടിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അതിനെ കുറിച്ച് ഇപ്പോൾ കുംഭം മീന മേടം ഈ 3 മാസങ്ങൾ നമ്മളെപ്പോഴും കുറ്റിയടിക്കുമ്പോൾ എവിടെയാണ് ചെയ്യാറ്? വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കുറ്റിയടിക്കാൻ പാടുള്ളൂ. ഇത് നമ്മുടെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കും. പഴയ മേസ്ത്രിമാരുടെയൊക്കെ പറഞ്ഞ് മേസ്ത്രി ഇന്ന് ഈ വടക്ക് പടിഞ്ഞാറ് മാത്രമേ കുറ്റിയടിക്കാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെ ഒത്തിരി തർക്കങ്ങൾ ഞങ്ങളുണ്ടായിട്ടുണ്ട്. ശരിക്കും വാസ്തുപ്രകാരം വാസ്തു പൂജ ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് തികച്ചും ഭംഗിയായ രീതിയിൽ മാത്രമേ ഞങ്ങൾ ഉത്തരവാദിത്തോടെ വീട് ചെയ്ത് കൊടുക്കാറുള്ളൂ. ചെറിയ വീടായിരുന്നാലും വലിയ വീടായിരുന്നാലും എല്ലാ വീടുകളും. ഇപ്പം 500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ഞങ്ങളിപ്പം ചെയ്ത് കൊടുത്തു. ഒരു സ്റ്റുഡിയോ പണി, അവരുടെ ഒരു ഔട്ട് ഹൗസാണ് ഞങ്ങൾ ചെയ്ത് കൊടുത്തത്. അതും അവരിപ്പോൾ സ്ഥിരം അവിടെയാണ് താമസിക്കുന്നത്. ആ വീട്ടിനകത്താണ് അവർ. കാരണം അവർക്ക് അവിടെ വരുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസവും നല്ലൊരു എനർജി പാസിങ് ഉള്ളതുകൊണ്ട് അവിടെ താമസിക്കുന്നത്. അതുപോലെ ഏറ്റവും വലിയ വീട് 3500 സ്ക്വയർ ഫീറ്റുള്ള വീട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെറുതും വലുതും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ എനിക്ക് വലിയ സാമ്പത്തികമൊന്നുമില്ല, എനിക്കൊരു ഓടിട്ട വീട് മതി, അതും ചെയ്യാറുണ്ട്. ഷീറ്റിട്ട മതി, അതും ചെയ്യാറുണ്ട്. അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു വീട് ഞങ്ങൾ വാസ്തുപ്രകാരം സൂട്ടബിളായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം ഞങ്ങൾ പറയുന്നതല്ല നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് മുടക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയുടെ വീട് വേണം, അതിന് ഏത് രീതിയിൽ ചെയ്യാം. അപ്പോൾ അതിന് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ വീട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ തേജസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഇതാണ് ഞങ്ങളത് ചെയ്ത് കൊടുക്കാറുള്ളത്. തികച്ചും വളരെ നല്ലൊരു പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും 100% വിശ്വസിച്ച് നമ്മളത് ഏൽപ്പിക്കാൻ പറ്റും. ഞാൻ തന്നെയാണ് നിന്ന് കംപ്ലീറ്റ് കാര്യവും ഞാനാണത് ഗൈഡ് ചെയ്യുന്നുണ്ട്. നല്ല കാരണം വാസ്തുപ്രകാരം ഒരു വീടാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ 45% കൊണ്ടുപോകുന്നത്. രാവിലെ പല എപ്പിസോഡിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മൂഡാണ് അന്നത്തെ ദിവസത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ മൂഡ് നല്ല പോസിറ്റീവ് ആവണമെങ്കിൽ വീട് നമുക്ക് സൂട്ടബിൾ ആവണം. നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി കഴിഞ്ഞാലും നമ്മുടെ വീട് നമുക്ക് സക്സസ് ആണോ, സൂട്ടബിൾ ആണോ, എവിടെ പോയാലും നമ്മൾ സക്സസ് ആവും. അതാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് വയ്ക്കാനോ ഉള്ള താല്പര്യം ഉണ്ടെങ്കിൽ സമീപിക്കുക. നിങ്ങളുടെ പ്ലോട്ട് വാങ്ങുന്നത് മുതൽ, ഇപ്പോൾ വാങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങുന്നത് മുതൽ സൂട്ടബിളായിട്ടുള്ള പ്ലോട്ടാണോ എന്ന് പോലും നോക്കിയെടുത്തുകൊണ്ട് ഫുൾ വർക്കും നമുക്കത് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള കുറച്ച് ഇതുണ്ട്, നല്ല വർക്കേഴ്സ് ഞങ്ങളുടെ കൂടെയുണ്ട്, അവരെല്ലാവരും കൂടെ നിന്ന് നമുക്കത് ചെയ്തു തരും. ഇത്രയും സമയം ഫെങ്ഷിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിച്ചതിന് നന്ദി. നമസ്കാരം.